എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ വീഡിയോ. അവസാനം വരെ കണ്ടുകൂടെയിരിക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില നല്ല മാർഗങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. പലപ്പോഴും അത് ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കും. തലവേദന, തലചുറ്റൽ, അമിതസമ്മർദ്ദം, ഹൃദയമിടിപ്പ് വേഗം കൂടുക ഇതൊക്കെ ഹൈ ബ്ലഡ് പ്രഷറിന്റെ സാധാരണ സൂചനകളാണ്. മിക്കവാറും ആളുകൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ അതിനൊപ്പം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, അതായത് TCM അക്യുപഞ്ചർ അനുസരിച്ച് ചെയ്യാവുന്ന ചില ലളിതമായ മാർഗങ്ങളും ഉണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ക്രമീകരിക്കാൻ, മനസ്സിലെ സമ്മർദ്ദം കുറയ്ക്കാൻ, പ്രകൃതിദത്തമായ രീതിയിൽ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. ഇനി വരുന്ന ഭാഗങ്ങളിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില TCM അക്യുപഞ്ചർ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. രക്തസമ്മർദ്ദം കൂടുതലാകുമ്പോൾ വീട്ടിൽ അടിയന്തിരമായി ചെയ്യാവുന്ന ചില ലളിതമായ മാർഗങ്ങൾ നോക്കാം. ആദ്യം ഒരു പാത്രം ചൂട് വെള്ളത്തിൽ കാൽ മുക്കി വയ്ക്കുക. ഇത് രക്തയോട്ടം ക്രമീകരിച്ച് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത്, കൈയിലെ വലിയ വിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയിൽ ഉള്ള പൊക്കം Li4 പോയിന്റ്. കാലിലെ വലിയ വിരലിന്റെയും രണ്ടാം വിരലിന്റെയും ഇടയിൽ കുറച്ചു മുകളിലെ പൊക്കം Lr3 പോയിന്റ്. ഇരുവിടവും ഒരേ സമയം 5 മുതൽ 10 മിനിറ്റ് വരെ അമർത്തി പിടിച്ചു വയ്ക്കുക. ഇതിലൂടെ ശരീരത്തിലെ അമർച്ച കുറച്ച് രക്തസമ്മർദ്ദം താഴ്ത്താൻ സഹായിക്കും. മറ്റൊന്ന്, എല്ലാ വിരലുകളുടെ അറ്റഭാഗത്ത് സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് 2-3 തുള്ളി രക്തം പുറത്തെടുക്കുക. ഇതിലൂടെ ശരീരത്തിലെ അധിക ചൂട് കുറയ്ക്കാൻ കഴിയും. ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക ഉപ്പ്, എണ്ണ, മാംസം, വറുത്ത ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. കാരം കൂടുതലുള്ള ഭക്ഷണം, മുളക്, കടുക്, കുരുമുളക് കുറയ്ക്കുക. പകരം വെള്ളരി, മത്തൻ, പച്ചക്കറികൾ, പഴങ്ങൾ കൂടുതലായി കഴിക്കുക. ഗ്രീൻ ടീ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇവയെല്ലാം അടിയന്തര സഹായമായി വീട്ടിൽ ചെയ്യാവുന്ന മാർഗങ്ങളാണ്. പക്ഷേ രക്തസമ്മർദ്ദം സ്ഥിരമായി കൂടുതലാണെങ്കിൽ ഡോക്ടറുടെ ചികിത്സ ഒരിക്കലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.